ഇവിടെ T20 ക്രിക്കറ്റിൽ ഗതി നിർണ്ണയിക്കുന്നത് ക്യാമിയോകളാണ്. എത്ര സമയം കളിച്ചു എന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് എത്രമാത്രം മനോഹരമായി കളിച്ചു, ഉണ്ടായിരുന്ന നേരം ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ്, അതാണ് T20 ക്രിക്കറ്റിൽ പരമപ്രധാനമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഇപ്പം ആൻഡ്രേ റസൽ, കിരൺ പൊള്ളാർഡ് അങ്ങനെയുള്ള ഒരുപാട് കരീബിയൻ താരങ്ങൾ എത്ര നേരം കളിച്ചു എന്നത് വെച്ചല്ല അടയാളപ്പെടുത്തുക. അവർ നിന്ന സമയം എങ്ങനെ കളിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രമാണ് അടയാളപ്പെടുത്തുക. ആ ഒരു ജനുസിൽപ്പെട്ട ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും മുൻപനാണ് സൂര്യകുമാർ യാദവ് എന്ന് നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് ആവർത്തിച്ച് തന്നെ പറയാം. ഇന്നലെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങി ഇന്ത്യക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ചില നിമിഷങ്ങളാണ് നമ്മൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തു നിന്നും കണ്ടത്. ഓപ്പണർമാരായിട്ടിറങ്ങിയ സഞ്ജു വി സാംസണും പിന്നെ അഭിഷേകും വളരെ നന്നായിട്ട് തന്നെ തുടക്കം കുറിച്ചു. ഒരു സൈഡ് അലസസുന്ദരം അനായാസം ശാന്ത ഗംഭീരമായിട്ട് സഞ്ജു വി സാംസന്റെ ഇന്നിങ്സ് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് കൂറ്റനടികളുമായിട്ട് കടുവകളെ പിടിച്ചു കുലുക്കുവാനാണ് അഭിഷേക് ശ്രമിച്ചത്. പക്ഷേ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു റൺഔട്ട് ശ്രമത്തിൽ അഭിഷേക് പുറത്തായതോടുകൂടി നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവ് വന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഫുട് മൂവ്മെന്റ് എങ്ങനെയാണ്, അബ്സല്യൂട്ട്ലി അദ്ദേഹത്തിന് തന്റെ ഫുട് വർക്കിന് മേലുള്ള ആ ഒരു ഡോമിനേഷൻ മറ്റാർക്കും അവകാശപ്പെടാനില്ല. സ്കൈ ഹാസ് നോ ലിമിറ്റ്, ആകാശത്തിന് അതിരുകളില്ല എന്ന് പറയുന്നത് പോലെയാണ് ഷോട്ട് സെലക്ഷന്റെ കാര്യത്തിൽ സൂര്യകുമാർ യാദവിന്റെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. സൂര്യ എപ്പോൾ എങ്ങനെ ഒരു പന്തിന് നേരെ പ്രതികരിക്കും എന്ന് പ്രവചിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കമന്റേറ്റർമാരും ഈ സൂര്യകുമാർ യാദവ് മുസ്തഫിർ റഹ്മാനെ ആദ്യ ബോൾ സിക്സുമായിട്ട് സ്വീകരിച്ചപ്പം പറഞ്ഞത് വേറെ ഒന്നുമല്ല, സൂര്യകുമാർ യാദവിനെതിരെ എങ്ങനെ എപ്പോൾ പന്തെറിയണം എന്നതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഐഡിയയുമില്ല. സൂര്യയുടെ തീരുമാനങ്ങൾ പിഴയ്ക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിക്കറ്റ് ലഭിക്കുക, അല്ലാതെ അയാളുടെ കയ്യിൽ നിന്നും വിക്കറ്റ് സ്വന്തമാക്കാൻ കഴിയില്ല. അങ്ങനെ ആ ഒരു ഓവറിൽ തന്നെ സൂര്യയുടെ വിക്കറ്റ് സ്വന്തമാക്കാൻ കഴിയുമെങ്കിൽ പോലും ഉള്ള നേരത്ത് സൂര്യ ഉണ്ടാക്കിയെടുത്ത ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. 360 ഡിഗ്രിയിൽ ഇരുന്നും മലർന്നും കിടന്നും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം സൂര്യ നടത്തുന്ന വെടിക്കെട്ട് എന്നും ബാറ്റിംഗ് പ്രേമികൾക്ക് വളരെ വലിയൊരു വിരുന്ന് തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. ഒരു വശത്ത് സൂര്യ ആളിക്കത്തിക്കൊണ്ടിരുന്നപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറുവശത്ത് സഞ്ജു വി സാംസൺ ഷെറീഫുൽ ഇസ്ലാമിന്റെ ആ ഒരു ഓവറിൽ അത്യാവശ്യം ഉയർന്നു വന്ന പന്തിനെ വളരെ മനോഹരമായിട്ടൊരു സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ബൗണ്ടറിയിലേക്ക് വിട്ടപ്പോൾ അതിങ്ങനെ സാവധാനം നേരെ ബൗണ്ടറിയെ സ്പർശിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ മനോഹരമായിട്ടുള്ള സ്ട്രേറ്റ് ഡ്രൈവുകളെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ അനുസ്മരിച്ചു പോയാൽ അതിനെയും നമുക്ക് അത്ഭുതത്തോടെ നോക്കിക്കാണാൻ കഴിയില്ല. സച്ചിന് ശേഷം ഇത്രയും മനോഹരമായിട്ട് സ്ട്രേറ്റ് ഡ്രൈവുകളൊക്കെ ആരെങ്കിലുമൊക്കെ കളിക്കുമോ എന്ന് ഒരു നിമിഷം നമ്മൾ ഇങ്ങനെ സംശയിച്ചു പോയാലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. മനോഹരമായിട്ട് സഞ്ജു വി സാംസൺ ക്ലാസിക് ക്രിക്കറ്റ് കോപ്പി ബുക്ക് ഷോട്ടുകൾ ഗ്രൗണ്ടിന്റെ 4 പാടേക്കും തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ക്ലാസിക് ക്രിക്കറ്റ് കോപ്പി ബുക്ക് ക്രിക്കറ്റ് കളിച്ച് 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജുവിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഒരു ബിഗ് ഷോട്ടിന് സഞ്ജു വി സാംസൺ ശ്രമിച്ച് പുറത്തായി എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സഞ്ജു പിഴവ് വരുത്താതെ സഞ്ജുവിനെ വിക്കറ്റിലേക്ക് തുളയ്ക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു. കാരണം അത്രമാത്രം കാം ആൻഡ് കമ്പോസ്റ്റ് കൺട്രോൾഡ് ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ സഞ്ജു വി സാംസൺ കളിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. പക്ഷേ എന്നിട്ടും ആ ഒരു ബിഗ് ഷോട്ടിന് സഞ്ജു ശ്രമിക്കാൻ പോയി എന്നുള്ളത് ബുദ്ധിശൂന്യത എന്നല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം പന്തിനേക്കാൾ കുറവ് റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷോട്ടിന്റെ ആവശ്യമില്ല. കുറച്ചൊക്കെ സെൽഫിഷ് ആകണമായിരുന്നു സഞ്ജു. എന്തിനു വേണ്ടി അവിടെ സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ നോക്കി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം, ഇപ്പം IPL മാത്രം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹാർദിക് പാണ്ഡ്യയോട് ചില വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ദ മോസ്റ്റ് വാല്യുബിൾ പെർഫോമർ ഇൻ ദ ലീഗ് ഹാർദിക് പാണ്ഡ്യ തന്നെയാണ്. ആള് ബാൾ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ബോൾ ചെയ്യും, ബാറ്റ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യും. പിന്നെ ഫീൽഡിങ്ങിൽ ഹാർദിക്കിന്റെ പ്രസൻസിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ ആളിന്റെ ആ ഒരു മൈൻഡ് സെറ്റും മനോഹരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു അപ്പർ കട്ടാണോ ലേറ്റ് കട്ടാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു ഇങ്ങനെ വിട്ട്, സിക്സ് അല്ല, പന്തിനെ പിന്നിലേക്ക് കട്ട് ചെയ്ത് വിട്ട ശേഷം ഹാർദിക്കിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ഫേഷ്യൽ എക്സ്പ്രഷൻ, അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് എന്നും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു അസറ്റ് തന്നെ ആയിരിക്കും. പക്ഷെ IPL വരുമ്പോൾ പരിചിതമായ മുഖങ്ങൾ എതിർചേരികളിൽ ആയതുകൊണ്ട് തന്നെ പലർക്കും ഹാർദിക് പാണ്ഡ്യയെ വെറുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ IPL ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഹാർദിക് പാണ്ഡ്യ വരില്ലായിരുന്നു, അത് വേറെ കാര്യം. മുംബൈ ഇന്ത്യൻസ് ആണ് ഹാർദിക് പാണ്ഡ്യ ഹെയിൽ ചെയ്ത് കൊണ്ടുവന്നത്, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഈ IPL മൂലമുള്ള ഫാൻ ഫൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പോസ്റ്റർ ബോയ് ആവേണ്ടവൻ തന്നെയാണ്. ഏതായാലും ഇന്നലത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് മനോഹരമായ ഒരു സിംഫണി പോലെയായിരുന്നു. മറ്റുള്ളവരെല്ലാവരും കടന്നാക്രമിക്കുന്ന ക്രിക്കറ്റ് കളിച്ചപ്പോൾ സഞ്ജു വി സാംസൺ അവിടെ സംഗീതം വായിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കാടനടുകൾ നമ്മൾ പുള്ളിയുടെ ബാറ്റിംഗിൽ കണ്ടില്ല എങ്കിൽ പോലും 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റുമായിട്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ അലസസുന്ദരം അനായാസം ലളിതം അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു എന്നുള്ളത് പറയണം.